കാസ്പിയൻ കടലിൽ ഇറാന്റെ കപ്പലിൽ ഉക്രൈൻ ബോംബിട്ടു. ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേറ്റ വിവരം സ്ഥിരീകരിച്ചു. ഇതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉക്രൈനും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശത്രുതപരമായിരിക്കുന്ന ആക്രമണമാണ് നടത്തിയത് എന്ന് ഇറാൻ ഇതിനോടനുബന്ധിച്ച് പറയുകയും ചെയ്തു. നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഈ കാര്യത്തെക്കുറിച്ച് വിവരണം നൽകണം എന്ന് ഇറാൻ ഉക്രൈനോട് ആവശ്യപ്പെട്ടു. റഷ്യൻ യുദ്ധക്കപ്പലിനെയും ഇറാനുമായി ബന്ധമുള്ള സൈനിക ചരക്ക് കപ്പലിനെയുമാണ് ആക്രമിച്ചത് എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ആക്രമിച്ചത് അവരാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ കാസ്പിയൻ കടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുകയാണ്. ഈ കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഉക്രൈൻ. അങ്ങനെ വരുന്ന സമയത്ത് റഷ്യയുടെ ആകാശത്തിലൂടെയാണ് ഉക്രൈൻ ആക്രമണം നടത്തിയത് എന്ന വിലയിരുത്തലാണ്. അപ്പോൾ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ടും പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൽ റഷ്യയുടെ നിലപാട് വളരെ നിർണായകമാവുകയാണ്. കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞാൽ കസാക്കിസ്ഥാനിൽ നിന്ന് തുടങ്ങി ഇറാനിൽ അവസാനിക്കുന്നതാണ്. അത് റഷ്യ വഴിയാണ് പോകുന്നത്. കസാക്കിസ്ഥാൻ, പിന്നീട് റഷ്യ, അങ്ങനെ അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ടച്ച് ചെയ്തിട്ട് ഇറാനിൽ എത്തുന്ന സമയത്ത് അത് അവസാനിക്കുന്നു. അഥവാ ഇറാനും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള കടൽ ബന്ധം എന്ന് പറയുന്നത് കാസ്പിയൻ കടലാണ്. ഇവിടെ നിന്ന് നേരിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇറാൻ എവിടേക്ക് പോകാൻ പറ്റും? റഷ്യയിലേക്ക് പോകാൻ പറ്റും. റഷ്യ തിരിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന കടൽ മാർഗവും ഈ കാസ്പിയൻ കടലാണ്. റഷ്യയുടെ എന്ന് പറയുന്ന രാജ്യവും കഴിഞ്ഞിട്ടാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം വരുന്നത്. അവിടെ ഈ കാസ്പിയൻ കടലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം പറയുന്നത്. ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണം നടത്തിയത് ഉക്രൈൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. അതിലൊന്ന്, നേരിട്ട് കൊണ്ട് റഷ്യക്ക് ഇറാനെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉക്രൈൻ നടത്തിയിരിക്കുന്നു. അത് പിന്നാമ്പുറം അമേരിക്ക ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത് എന്നതിനാൽ വേണമെങ്കിൽ ഉക്രൈൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഉക്രൈൻ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു യുദ്ധ സംവിധാനം അല്ലെങ്കിൽ പുതിയൊരു യുദ്ധ റൂട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത് എന്നാണ് പറയുന്നത്. അഥവാ അന്താരാഷ്ട്ര നിരീക്ഷണ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഉക്രൈൻ വലിയ രീതിയിലുള്ള മണ്ടത്തരം ചെയ്തു എന്നുള്ളതാണ്. രണ്ടും കെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് തരത്തിൽ ആക്രമിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ എന്ന് പറയുന്നത്. വെടികൊണ്ട സിംഹം പോലെയാണ്, എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിൻ്റെ കെടുതിയാൽ ദുരന്തങ്ങളും വിഷയങ്ങളും അനുഭവിച്ച് കഴിഞ്ഞ 4-5 വർഷമായി പ്രയാസപ്പെടുമ്പോൾ പുതിയൊരു ശത്രുവിനെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയാണ് ഉക്രൈൻ ചെയ്തത് എന്നും വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഇവിടെ റഷ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഉക്രൈൻ നടത്തുകയോ അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഭൂപ്രദേശത്തിൽ നിന്ന് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുകയോ ചെയ്തു എന്നും വിലയിരുത്തുന്നു. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളെ ഇതിലേക്ക് യുദ്ധത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ക്ഷണക്കത്തായിട്ട് പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്നു. കാരണം ഉക്രൈൻ ആക്രമിക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വാഭാവികമായ രീതിയിൽ റഷ്യക്കെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ നിലകൊള്ളാൻ സാധ്യതയുണ്ട്. ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളും കൂടി സഹകരിക്കുന്ന ഒരു രീതി വരുത്താൻ വേണ്ടിയിട്ട് കുരുട്ടുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ചെയ്തതാണ് എന്ന് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അന്താരാഷ്ട്ര പാതയാണ്. കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അന്താരാഷ്ട്ര പാതയാണ്. അവിടെ ഉക്രൈന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇനി റഷ്യയുടെ കപ്പലാണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും, അതിൽ ഉള്ള കപ്പലാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ആക്രമിച്ചാൽ ഒരു പരിധിവരെ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഉക്രൈന് സാധിക്കും. പക്ഷേ ഇറാനും ഉക്രൈനും തമ്മിൽ യാതൊരു രാഷ്ട്രീയ ശത്രുതയും ഇല്ലാതിരിക്കെ അവരുടെ കപ്പൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമാണ്. ഇനി ഇറാനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും അതിലിടപെടാൻ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ റോളൊന്നുമില്ല. പല രാജ്യങ്ങൾ, അത് ഉക്രൈൻ്റെ രാജ്യത്തിലേക്ക് യൂറോപ്പിൽ നിന്ന് കപ്പൽ വരുന്നുണ്ടല്ലോ, അതിന് ഇറാൻ ആക്രമിച്ചിട്ടില്ലല്ലോ.
അങ്ങനെയൊക്കെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. യുദ്ധം ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അമേരിക്കക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് മുൻപിൽ നാണം കെട്ടിരിക്കുന്ന അമേരിക്കയെ പതുക്കെ കൈപിടിച്ചുയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വിജയം ഉണ്ടാവണം. അതിന് എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തിയിട്ടും എവിടെയും ലക്ഷ്യത്തിലെത്തുന്നില്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് തങ്ങളെ സഹായിക്കാൻ വേണ്ടി കപ്പലയക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളും അയച്ചിട്ടില്ല. അവർ പറഞ്ഞ മറുപടിയുണ്ട്, ഒരു ശത്രുവിനെ വെറുതെ വിളിച്ചു വരുത്തി ക്ഷണക്കത്ത് നൽകി വിളിച്ചു വരുത്തതിൻ്റെ കാര്യം തങ്ങൾക്കില്ലെന്നും തങ്ങൾക്കതിന് താല്പര്യമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതരത്തിലും പല സേവനത്തിനു വേണ്ടി എത്തിയിരിക്കുന്ന അമേരിക്കൻ സൈനികരെ ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വിളിച്ച ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മാത്രമല്ല, വർഷാന്തം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിന് ബജറ്റിൽ തങ്ങൾ നീക്കിവെക്കുന്ന പണം ഇനി നീക്കിവെക്കില്ലെന്നും അതിൻ്റെ ആവശ്യമില്ല, അവർ ഞങ്ങളുടെ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മൗനം പാലിക്കുന്നവർ ശത്രുവായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളൊരു മറുപടി കൂടിയാണ് ട്രംപ് ഈ കാര്യത്തിൽ നൽകിയത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ഒരു തലത്തിൽ യുദ്ധവിരാമത്തെക്കുറിച്ച്, വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഗൗരവമായിരിക്കുന്ന ചർച്ച നടത്തുന്നു. ആ ചർച്ച നടക്കുന്നതോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്ക ഇറാന് നേരെ നടത്തുകയും സമാനമായുള്ള തിരിച്ചടി കുവൈറ്റിൻ്റെയും ബഹ്റൈനിൻ്റെയും കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയിൽ തന്നെയുള്ള അടിയും തിരിച്ചടിയും ഈ മേഖലയിൽ ഇപ്പോൾ സജീവമാകുന്നതിനിടയിലാണ് ഉക്രൈനിൽ വിഷയം വരുന്നത്. കാശ്മീർ കടലിലെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ പഠിച്ചു വരികയാണെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിനും തങ്ങളുടെ സഹോദര കപ്പൽ ആക്രമിക്കപ്പെട്ടതിനും തീർച്ചയായിട്ടും മാരകമായിരിക്കുന്ന തിരിച്ചടി ഉക്രൈന് പ്രതീക്ഷിക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകി. ഈ ഒരു നിർദ്ദേശം വന്നതോടുകൂടി, ഇത് ഔദ്യോഗികമായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞതല്ല, റഷ്യയുടെ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ പരാമർശിച്ച് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഒരു പഠന ടീമിനെ നിയമിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു. അതോടെ ഉക്രൈൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കീവ് എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രതിരോധ സന്നാഹങ്ങൾ കൂടുതൽ എത്തിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ടും കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ ഇറാനോട് റഷ്യക്ക് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദീർഘദൂര മിസൈൽ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ദീർഘദൂര മിസൈൽ അവരുണ്ട്. മാത്രമല്ല, റഷ്യ പല ഘട്ടങ്ങളിലായി യുക്രൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം 15 മുതൽ 35% മിസൈലുകളും ഇറാൻ്റേതാണ്. അത് പല ഘട്ടങ്ങളിലായി ഉക്രൈൻ്റെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനോടും ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടും പല ഘട്ടങ്ങളിലായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മിസൈലിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റതല്ല. അതുകൊണ്ട് കുറച്ചും കൂടി വിപുലമാക്കപ്പെട്ടത് വേണമെന്നുള്ളതാണ്. അതിനുള്ള വിഷയം എന്ന് പറയുന്നത്, ഇറാൻ്റെ മിസൈലിൻ്റെ ആക്രമ സ്വഭാവവും ശക്തിയും ദൂരപരിധിയും കൃത്യമായി മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നത്, ഓരോരോ പ്രാവശ്യവും വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങളാണ് അല്ലെങ്കിൽ മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ പ്രഹരശേഷി മനസ്സിലാക്കി അതിന് പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കുന്ന സമയത്ത് പിറ്റേ ദിവസം വരുന്ന മിസൈൽ അതായിക്കൊള്ളണമെന്നില്ല. ചെങ്കടലിൽ ഹൂത്തികൾ അമേരിക്കക്കെതിരെ പ്രയോഗിച്ചത് ഇതേ റൂട്ടായിരുന്നു. ഒരു 4 മിസൈൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ അമേരിക്ക ഒരുപക്ഷെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ഉപയോഗിക്കുന്ന മിസൈൽ ഇതിനേക്കാൾ മാരകമായ ശക്തിയുള്ളതും വേഗത്തിൽ ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനിച്ചതുമാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത റൂട്ടിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മിസൈൽ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു വരുന്നത് കാശ്മീർ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് ഈ യുദ്ധത്തെ ഒരുപക്ഷെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കും. കാര്യം, മാരകമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു ഉക്രൈനായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ യുദ്ധം അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുന്ന തരത്തിൽ, അമേരിക്ക എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഉക്രൈനുമായി സംയുക്തമായ രീതിയിൽ
മറ്റൊരു യുദ്ധ തരത്തിലേക്ക് നീങ്ങുമ്പോൾ റഷ്യ നേരിട്ട് രംഗപ്രവേശനം ചെയ്ത സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ ഒന്നുകിൽ ഈ ഒരു ആക്രമണം യുദ്ധവിരാമത്തിന് വലിയ പങ്കാളിത്തം വഹിക്കും, അതല്ലെങ്കിൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.